എന്റെ രാഘവട്ടെ, ഇതെന്ത് നീ കളിക്കുന്നത്? നീ മീനിനെ പിടിക്കും പോലെ കളിച്ച് എന്തെങ്കിലും ആവോ? സാറേ ഒന്നിങ്ങോട്ട് വന്ന്. എന്താ രാഘവട്ടന്റെ പ്രശ്നം? ഇത് ശരിയാവുന്നില്ലല്ലോ. എന്ത് ഏതാ ഇത് ശരിയാവുന്നില്ല? എന്തത്? ഇതെന്തിനാ മൗസ് ഇട്ട് വിറപ്പിക്കണേ? ഈ മൗസ് കയ്യിൽ ഒതുങ്ങുന്നില്ല. ഈ ചെറുത് കിട്ടുക. ഇത് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ട് വെച്ചേക്കണതല്ല. ഇത് എല്ലാ ഓഫീസിലേക്കും ഗവൺമെന്റിൽ നിന്ന് തന്നേക്കണതാ. അത് മൗസ് അതും ഇതൊക്കെ ഒരേ സൈസാ. കയ്യിൽ മൗസിന്റെ കുഴപ്പം കൈയുടെ കുഴപ്പമല്ല, കൈയിരിപ്പിന്റെ കുഴപ്പമാണ് രാഘവട്ടന്റെ. രാഘവട്ടൻ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഇങ്ങനെ കുടിച്ചാണ്ടല്ലോ, നിങ്ങൾക്ക് അധികം നാൾ ഇനി ജോലി ചെയ്യാൻ പറ്റില്ല. 2 വർഷം കൂടെ ഉള്ളൂ പെൻഷനാകാൻ. പെൻഷൻ വാങ്ങാൻ പറ്റാതായി പോവും കേട്ടോ. കൈമാറ്റിയ സുധി ഒന്ന് വെച്ചിട്ട് ഒന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുത്തേ. അതെന്റെ കയ്യാ താഴെയുള്ളു കേട്ടാ. ഈ സാധനം ഈ ഏറോ മാർക്ക് കാണുന്ന മൗസ് ഇങ്ങനെ ആക്കുമ്പോ ഏറോ മാർക്ക് മൗസ് ഇങ്ങനെ സ്തുതി. ഞാൻ അത് ആരോ മാർക്ക് നല്ല ആളാ പഠിപ്പിക്കാൻ ഞാൻ ഏൽപ്പിച്ചേ. രാഘവേട്ടാ ഒരു കാര്യം ഇത് ഓക്കെ ഒന്ന് ടൈപ്പ് ചെയ്തേ രാഘവേട്ടൻ, ഒന്ന് ടൈപ്പ് ചെയ്തേ. ടൈപ്പ് ചെയ്യാൻ ഞാൻ എന്നാ അതൊന്ന് ചെയ്യേ. ഒരു എച്ച് ടൈപ്പ് ചെയ്തേ. കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അക്ഷരം എന്നാണ്. കണ്ണിന്റെ പ്രവർത്തനവും നിലച്ച് കൈയുടെ പ്രവർത്തനവും നിലച്ച് ചുരുക്കം പറഞ്ഞ ഉപയോഗശൂന്യമായ ഒരു വസ്തു. ഇത് നമ്മൾ സഹിക്കണമല്ലോ രണ്ടുപോലെ. അനിയല്ല മോനെ 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 വന്നേ വന്ന് ഇങ്ങോട്ട് വാ. പോറ പൂരിപ്പിച്ചേടാ, പോറ പൂരിച്ചേരാ കൊന്നേ. എടാ നീ ഈടുന്ന് പൂരിപ്പിച്ചാൽ സാറന്മാർക്ക് തൃപ്തിയാലോ. ഉണ്ണിയേട്ടൻ പൂരിപ്പിക്കണം. വന്നേ ഫോം പൂരിപ്പിച്ചാലും നീ അവിടെ പോയിട്ട് കാര്യമില്ലൂ. ഇലക്ട്രിക്കിന്റെ പണിക്കാം. ഇലക്ട്രിക്കിന്റെ പണി. നീ എന്തൊരു മരമണ്ടനാണ്ട. ഈ വഴിയെ പോകുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് എഴുതി തരാന്ന് പറഞ്ഞിട്ട്. സുമേഷ് ഏട്ടാ, നിങ്ങൾ ആവശ്യമില്ലാത്ത വർത്താനം പറയണ്ട. നിങ്ങൾക്ക് പറ്റുന്ന പണി എടുക്കാം. എടാ, ഞാനിവിടെ വന്നിട്ടേ 15 കൊല്ലം കഴിഞ്ഞു. മനസ്സിലായിട്ടുണ്ടാ? ഞാൻ ഇവിടെ വന്നതിന് ശേഷം നീയൊക്കെ ഇവിടെ വന്നത്. നീ പൊട്ടി മുളച്ചത്. മനസ്സിലായോ? ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ജനറൽ തീയതി എത്ര? നിങ്ങളുടെ ഡേറ്റ് കുറെ കൊല്ലായി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. കുറെ ഇതിനൊരു കണക്കുണ്ട്. എടാ കൊരങ്ങേ, നീയൊക്കെ വന്നതിന് ശേഷം ഇവിടെ ഈ ഓൺലൈൻ അപേക്ഷ വന്നതും നമുക്കൊക്കെ ഈ പണിയില്ലാതായതും അറിയാം. അത് ആവണം. ഒരു കാലം കഴിഞ്ഞാൽ അത് വീട്ടിലിരിക്കണം. അല്ലാണ്ട് ഇവിടെ വന്നിരിക്കണ്ട, നാക്കിക്കൊണ്ടിരിക്കണ്ട. നീ എന്നെ പഠിപ്പിക്കരുത് കേട്ടാ. നിങ്ങളെ പണി നിങ്ങൾ എടുക്കാം, എന്റെ പണി ഞാൻ എടുക്കാം. ആവശ്യമില്ലാതെ ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ തോന്നിയത് ഞാൻ MA മലയാളാണ്. നല്ല വൃത്തിയിൽ എഴുതി കൊടുക്കുന്ന ഒരാളാണ്. എന്താണ് കാര്യം? അല്ല, ഞാനേ എനിക്ക് ഇവിടെ ഒരു 3.5 സെന്റ് സ്ഥലം ഒരു വീടുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് ശീതളം എന്ന് പറഞ്ഞൊരു കുരുത്തം കെട്ടുണ്ട്. അവ നമ്മുടെ ഉള്ള സ്ഥലത്തിന്റെ മുകളിൽ കൂടെ കുറ്റിയടിച്ച് വേലി കെട്ടാൻ നിൽക്കുക. ഭയങ്കര തർക്ക. അപ്പൊ നമ്മുടെ സൂപ്രണ്ടിനെ കണ്ടിട്ട് അപേക്ഷ കൊടുത്തിട്ട് അതൊന്ന് അളന്ന് തിട്ടപ്പെടുത്തിയാൽ സമാധാനമായിട്ടിരിക്കാലോ. എന്തിനാ സൂപ്രണ്ടിനെയൊക്കെ കാണണേ? സൂപ്രണ്ടൊന്നും കാണണ്ട. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഒരു 30 രൂപ കൂടെ വന്നേരി, ഞാൻ ഒരു അപേക്ഷ എഴുതി തരാം. അതെന്തിനാ? അപേക്ഷ ഞാൻ എഴുതിയിട്ടുണ്ട്. അല്ല, 30 രൂപ ഞാൻ അപേക്ഷ എഴുതുമ്പോ അതങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ മതി. വേറെ ഒന്നും നോക്കണ്ട. അത് ശരി. ഇവിടെ ഈ ഫോമ് പൂരിപ്പിച്ചു കൊടുക്കാതിരിക്കുന്ന ആളാണ് ഇല്ലേ? അല്ല, ഈട് വന്നാല് പറയണ കേട്ട് കഴിഞ്ഞാൽ സൂപ്രണ്ടിന്റെ അമ്മാവന്റെ പോലെ. നിങ്ങൾ എന്ത് പോണെന്ന ഇതാ. അതാണ് നിന്റെ പണി. മനസ്സിലായ? പയ്യൻ വീട്ടിൽ ഓമനട്ടിന്റെ വരുമാന സർട്ടിഫിക്കറ്റ് ഒന്നുകൂടി കീറി ഒപ്പിട്ട് മേടിച്ചു. ഫോറത്തിന്റെ പൈസ പോട്ട്. ഇനി ഒപ്പിടാൻ വേണ്ടിട്ട് അങ്ങോട്ടേ പോണല്ലോ ഈശ്വര. സാറേ എന്താ സാറേ, ഞങ്ങൾക്കൊരു 3.5 സെന്റ് ഭൂമിയുണ്ട്. ഉണ്ടായിക്കോട്ടെ. ഞങ്ങളുടെ അപ്പുറത്ത് ശീതളൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾക്ക് 95 സെന്റ് സ്ഥലമുണ്ട്. നിങ്ങൾ ഈ വില്ലേജിലുള്ള ആൾക്കാരുടെ സ്ഥലത്തിന്റെ അളവും കാര്യങ്ങളും പറയാൻ വന്നതാണോ?
അല്ല അതല്ല, അയാളുടെ 95 സെന്റ് സ്ഥലത്തിന് അതിര് കെട്ടണേനെ കുറ്റിയടിച്ച് കമ്പിവേലി കെട്ടണം ഞങ്ങളുടെ സ്ഥലത്ത്. അയാളുടെ കുറ്റിക്കിട്ട് ഒരെണ്ണം കൊടുത്ത് പറഞ്ഞു വിട്ടാ പോരായിരുന്നോ? ആ ഈ ചേട്ടൻ മഴക്കുണ്ടാക്കാൻ പോയി ഞാൻ പിടിച്ചു മാറ്റിയതാണ്. സാറ് ഇവിടുന്ന് വന്നിട്ടേ അവരുടെ 95 സെന്റ് സ്ഥലമോ അല്ലെങ്കിൽ ഞങ്ങളുടെ 3.5 സെന്റ് സ്ഥലമോ അളന്നിട്ട് അവരുടെ സ്ഥലത്ത് കുറ്റിയടിക്കാൻ പറയണം. സാറൊന്ന് വന്ന് അളക്കണം. അപ്പൊ സാറൊന്ന് വരണം സാറേ. അളക്കാൻ ആ ഞാൻ വരണം? ആ എന്റെ ജോലി അതല്ല, അളക്കലല്ല എന്റെ ജോലി. എനിക്കിവിടെ വേറെ ജോലിയില്ലേ? പിന്നെ ഇല്ലേ? പിന്നെ ഇവിടെ വന്ന് പറയാന്നാണ് പറഞ്ഞു. ഇവിടെ വന്നാലാണ് അത് അളന്നേരാന്ന് പറഞ്ഞു. ഇവിടെ ചുമ്മാ പറഞ്ഞാൽ ഇവിടെ ഒന്നും അളക്കാനൊന്നും വരില്ല. അളക്കണമെങ്കിൽ അതിന്റെ കുറെ ചിട്ടവട്ടങ്ങളുണ്ട് ഈ ഓഫീസിൽ. അതെന്താന്ന് പറയൂ സാറേ, ഞങ്ങൾക്ക് അറിയില്ല. അതിന് അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊണ്ടുവന്നിട്ടുണ്ട്. അപേക്ഷ ഉണ്ടതാ. അപേക്ഷ തരേണ്ടത് എന്റെ അടുത്തല്ല. എന്നാ പിന്നെ ഇവിടെ സാറേ അപേക്ഷ സിസ്റ്റം കംപ്ലൈന്റാ. അത് മൊത്തം കംപ്ലൈന്റ്. അപ്പൊ എന്താ എവിടെ കൊടുക്കുക? ഇങ്ങോട്ട് വരുവാ. അവന്റെ സാർ ഇതൊരു പേപ്പറിൽ ഇത് സാറിന് മേടിച്ച് അങ്ങോട്ട് കൊടുത്താൽ പറ്റില്ലേ? കണ്ണി കണ്ട ആൾക്കാർ കൊണ്ടുവരുന്ന അപേക്ഷ എല്ലാം മേടിച്ചു കൊടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ എന്റെ ജോലി അതല്ല. എനിക്കിവിടെ അല്ലാണ്ട് വേറെ ജോലി ഉണ്ട് കേട്ടോ. ഓ ഈഗോ. ആ വെറുതെ അല്ല അപ്പുറത്തുള്ള ഞങ്ങൾ വന്ന് കുറ്റിയടിച്ച്. സാറേ ഇത് നോക്കിയേ. അപേക്ഷ എന്തായാലും കുഴപ്പം കുറച്ച് മാറി. നമ്മളിവിടെ സർവേ സൂപ്രണ്ടിന് ഞങ്ങളുടെ 3.5 സെന്റ് വീടടങ്ങുന്ന സ്ഥലം അളന്ന് അതിർത്തി നിർണയിച്ചു തരണം. സുഗതൻ. ഇതിനെ കോഴിമുട്ടാർ ചോദിച്ചേക്കും. അത് ചേട്ടന്റെ സൈനാണ്. ഇത് അപേക്ഷയല്ല, ഇത് ആക്ഷേപമാണ്. ആക്ഷേപം. സർക്കാർ ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ ഒന്നടങ്കം ആക്ഷേപിക്കുകയാണ് ഇതിനകത്ത് നിങ്ങൾ കാണിച്ചു വെച്ചേക്കാം. ഞങ്ങൾ കാര്യമാണ് പറഞ്ഞത് സാറേ. എടോ, ഒരു സർക്കാർ ഓഫീസിൽ അപേക്ഷ തരുമ്പോൾ അതിനകത്ത് കുറെ ചിട്ടവട്ടങ്ങളുണ്ട്. ഇതിനകത്ത് നിങ്ങൾ എവിടെയെങ്കിലും അപേക്ഷിക്കുന്നത് എഴുതിയിട്ടുണ്ടോ? അത് 3.5 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് അളന്ന് തിട്ടത്തെടുത്തി തരണം. ആ ഇങ്ങനെ തന്നാൽ ഞങ്ങളൊന്ന് അളക്കാൻ പറയല്ലേ? ഞങ്ങൾ നിങ്ങളുടെ അടിപൊളൊന്നുമില്ല. അപേക്ഷയുടെ രീതിയിൽ എഴുതണം. സാറേ എങ്ങനെയെന്ന് അറിയാൻ പാടില്ല. സാറ് പറഞ്ഞാ മതി. ഇപ്പൊ എഴുതി വെച്ചേക്കുന്ന തോന്നിയ ദിവസം ഉണ്ടല്ലോ, അതിനങ്ങോട്ട് ചുട്ടി കളയുക. എന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഫ്രഷ് ആയിട്ട് എഴുതുക. എഴുതിയിട്ട് എന്താ നിങ്ങളുടെ പേര്? സുഗതൻ. ആ എഴുതി അതിന്റെ ഏറ്റവും ഒടുവിലായിട്ട് എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു സുഗതൻ, വിനയത്തോടെ വിശ്വസ്തയോടെ. എന്നിട്ട് പിന്നെ കോഴിമുട്ട ആനമുട്ട എന്ന് വെച്ചാൽ അതിലിട്ട് കൊണ്ടുപോവാ. അപ്പൊ ഇത് മാറ്റി എഴുതി കൊണ്ടുവരാം അല്ലേ ഇപ്പൊ തന്നെ? അതിപ്പോ മാറ്റി കൊടുന്ന കൂടെ വരുമല്ലോ അല്ലേ അളക്കാൻ? ഇത് ടൈലറിംഗ് ഷോപ്പ് അല്ല, നിങ്ങൾ പറഞ്ഞ ഉടനെ ഒന്ന് അളവെടുക്കാൻ കേട്ടോ. അതിന്റെ കൂടെ ആധാരത്തിന്റെ കോപ്പി വേണം, കരാടച്ച രസീത് വേണം, അങ്ങനെ കുറെ കാര്യങ്ങളും കൂടി ഉണ്ട്. അയ്യോ അതൊക്കെ വീട്ടിലാണ് സാറേ. ഞാൻ വീട്ടിൽ വരണോ? അല്ല വേണ്ട, ഞങ്ങളത് പോയി എടുത്തിട്ട് പിന്നെ വരാം. എന്നാ നിങ്ങൾ വരാതിരിക്കും. എന്തെങ്കിലും ചെയ്യും. ഈ സാധനമൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളെ മൊയ്തു സാർ കണ്ടോണ്ടല്ലോ, ഇത് ഏതെങ്കിലും വിളയെ കിടക്കും. ഇല്ല, മാറ്റി എഴുതി കൊണ്ടുവരാം. എഴുതി കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഒന്നാമത് ആൾക്ക് വിനയത്തോടെ എഴുതാം. എന്തൊരാൾക്കാരാണ്. ഒരു സർക്കാർ ഓഫീസിലാണ് വരുന്നത്. നമ്മൾ കുറച്ച് ഉദ്യോഗസ്ഥരിവിടെ ഉണ്ട്. ഒന്ന് ബഹുമാനിച്ചൂടെ? ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞൂടെ? ഒരു ബഹുമാനമില്ല. ആ സ്ത്രീ ഉണ്ടല്ലോ, അത് സ്ത്രീ അല്ല. സാർ ചൂടായി നന്നായിട്ടാ. എന്റെ ചൂടാകൽ ഇങ്ങനെയൊന്നും അല്ല. ഓഫീസിലൊന്നും നമ്മുടെ അടുത്ത് ബഹുമാനമില്ല. പക്ഷേ അപേക്ഷയിൽ ബഹുമാനോ വിനയോ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കൂല, അത്രേ ഉള്ളൂ. കിട്ടി, നെറ്റ് കിട്ടി. നിങ്ങളെ മാംസാദ്യം ഒന്ന് ശരിയാക്കി നെറ്റിന്റെ നോക്കുന്ന. അല്ല, അപ്പൊ നിങ്ങളോട് പറയണത് മനസ്സിലായി. മലയാളമല്ല ഞാൻ പറയണ നിങ്ങളടുത്ത്. ഈ പഴയ സർവേ നമ്പർ വെച്ച് റീഫിക്സ് ചെയ്യണമെങ്കിൽ കോടതി ഉത്തരവ് വേണം. അതല്ലേ ഞാൻ പറയണത്. അത് മനസ്സിലാക്കിയത്. ഹലോ, എന്താ പത് വന്നാണ്ട് കയറി കുത്തിരിക്കുക? ഹലോ, നിങ്ങളോട് ഒറ്റ മിനിറ്റ്. ഒരു ഓഫീസിൽ വന്ന് നേരിട്ട് വന്നാണ്ട് കയറി കുത്തിരിക്കുക. അതാ നിങ്ങൾ അമ്മാന്റെ വീടാത്. സാറ് ഫോണില് ഞാൻ അല്ല, ഇത് പുറത്തുനിന്ന് വരുന്നവർക്ക് ഇരിക്കാനുള്ള ചെയർ തന്നെയാണ്. പക്ഷെ ഒരു മര്യാദ ഇല്ലേ നമുക്ക്? റൂമിലേക്ക് ഒരു എക്സ്ക്യൂസ് മീ പറയാ, ഒരു ഗുഡ് മോർണിംഗ് പറയാ, ആക്കില്ലേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്തേ? അല്ല, ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പുറത്ത് പോയിട്ട് വേണമെങ്കിൽ വരാം സാറേ. ഒന്നുകൂടി പുറത്തു പോയിട്ട് വരും. ഇതെന്താ സിനിമ ഷൂട്ടിംഗ്? അത് നിങ്ങളവിടെ ഇരിക്കും. അതെ, നിങ്ങൾ ഈ രാജഭരണ കാലത്തുള്ള സർവേ നമ്പർ ആയിട്ടൊന്നും നടക്കൂല. ഇത് റീഫിക്സ്. സംഭവം മനസ്സിലായല്ലോ? അതന്നെ. എന്താ പ്രശ്നം?
I kindly request your authority to measure the property with the survey number 125/9 belongs to the address of Sheedalan. ശീതള എന്താ സാറിന് മനസ്സിലായില്ലേ? അപ്പുറത്തെ റൂമിൽ ഇത് കാണിച്ചിനോ? ഇല്ലേ, അത് സാറിന് നേരിട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ട്. ഓ, നേരിട്ട് എന്റെ അടുത്തേക്ക് കൊണ്ട് വന്നാ അല്ലേ? അല്ല, സാറിന് അർത്ഥം മനസ്സിലായില്ലെങ്കിൽ അവിടെ കാണിക്കാം. നിങ്ങള് അപ്പുറത്തെ റൂമിലേക്കൊന്ന് ചെല്ലി, ആ റൂമിലേക്ക് ഒന്ന് ചെന്നിട്ട് അന്ന് എഞ്ചി നോക്കി അങ്ങോട്ട് എന്താ കാണാൻ നോക്കി ചെല്ലി. എന്താ കാരണം അവിടെ? സാറ് ബിസ്ക്കറ്റ് തിന്നുന്നു. അതാ തടിച്ച സാറല്ലേ? അതുകൊണ്ട് സീൽ അത് നോക്കണ്ട. വേറെന്താ കണ്ട്? എന്താ കണ്ട്? മറ്റേ സാറ് കാല് മേശയുടെ മുകളിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഉറങ്ങുക. അത് അയാൾക്ക് ഷുഗർ കംപ്ലൈന്റ് ഉള്ളോണ്ടാ. അത് നോക്കണ്ട. വേറെന്താ കണ്ണു നോക്കി? കാണൂല മുപ്പര്. സാറ് കമ്പ്യൂട്ടറില് അത് ഫുൾ ടൈം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാ. അത് നോക്കണ്ട. ചുമരുമേൽ എന്താ കാണുന്നത്? ചുമരുമ കേരളം ഉണ്ട്. അതവിടെ നിന്നോട്ടെ. അതിന്റെ തൊട്ടടുത്ത് ഒരു മഞ്ഞ ബോർഡിൽ എന്തെങ്കിലും എഴുതിയുണ്ടോ? അത് നോക്കി. അണ്ടേ കണ്ടോ? ഇങ്ങോട്ട് വരി, ഇരിക്കും. എന്താ കണ്ടേ? ഭരണഭാഷ മലയാളം. നിങ്ങൾ എഴുതി കൊണ്ടുവന്ന ആംഗലേയോ അല്ലേ? ഈ 2017 മെയ് 1 മുതൽ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഔദ്യോഗിക ഭാഷ മലയാളമാക്കിയിട്ടുണ്ട്. ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളിപ്പോ തന്നെ ഈ അപേക്ഷ ഉണ്ടല്ലോ, ഇത് ഞാൻ മുകളിലേക്ക് അയച്ചാൽ ഞാൻ സമാധാനം പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പോയിട്ടേ അടുത്ത ദിവസം ഇത് മലയാളത്തിൽ എഴുതിയിട്ട് ഇങ്ങോട്ട് പോരെ. ഓക്കെ സാറേ, ഇത് എന്താ സംഭവം വെച്ചാലേ, എനിക്ക് 1 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അതിപ്പോ പോയി ഇപ്പൊ 93 സെന്റ് സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ കുറെ ഒക്കെ റോട്ടിലേക്ക് പോയി അങ്ങനെയൊക്കെ വിചാരിക്കണോ? ഇപ്പൊ എന്തിലായിക്കോട്ടെ. ഇനിയിപ്പോ ബാക്കിയുള്ള ഈ 93 സെന്റ് സ്ഥലം ഒന്ന് കറക്റ്റായിട്ട് അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് എനിക്കൊരു ലോൺ എടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഈ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു 3.5 സെന്റിന്റെ ഉടമ പറയണ അയാളുടെ അതിർത്തിയിലേക്ക് ഞാൻ സുഗതൻ എന്ന് പറഞ്ഞ ആളാ, അയൽവക്കം. അപ്പൊ അയാളുടെ സ്ഥലത്തേക്ക് നമ്മൾ അളന്ന് ഇത് മറ്റേ വേലി കെട്ടണമെന്നൊക്കെയാണ് ഇപ്പൊ ഒരു ഇത്. അപ്പൊ എനിക്കത് കൃത്യമാക്കിയിട്ട് നിങ്ങളിപ്പോ പറഞ്ഞപ്പോ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അത് മലയാളത്തിൽ എഴുതണം. റിക്വസ്റ്റ് ഇട്ടോ. എന്നിട്ട് നികുതി ചീട്ടും പ്രമാണത്തിന്റെ കോപ്പി ആ കേട്ടും കൂടി പോയി. എന്താ പോന്റെ നിലപാട്? വരിക, കസാല അങ്ങോട്ട് നീക്കിയിട്ടിരിക്കുക. എന്തോ അമ്മോന്റെ വീട്ടിലൊക്കെ പോയ മാതിരിയാ. അതെ, ഇനി സർക്കാരിന്റെ സാധനങ്ങൾ നശിപ്പിച്ച് അതിന്റെ കാശ് നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ഓരോ ദിവസം ഓരോ ഉത്തരവ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു കണക്കിനാണ് നമ്മളൊരു ബഹുമാനമൊക്കെ ഉണ്ടാക്കി വെച്ചത്. പാടെ നശിപ്പിച്ചു കളഞ്ഞു. ഇനി അവർ നമ്മളെ പെരടിക്കോ? ഈ സർക്കാരിന്റെ ഭ്രാന്താണെന്ന് തോന്നുന്നു. ഒരുമാതിരി കുറെ വൃത്തിയായിട്ട ഉത്തരവും. നമ്മളെ പെടലിക്കാറാനൊക്കെ വരട്ടെ, അങ്ങനെയൊന്നും ഞാൻ വിട്ടുകൊടുക്കൂല. അപേക്ഷ 3.5 സെന്റ് സ്ഥലം അളക്കാനുള്ള അപേക്ഷ മാറ്റി എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് ഇതാ ആധാരത്തിന്റെ കോപ്പിയും നികുതി ഷീട്ടും. സാറേ നോക്കി വായിച്ചത് കാണുകയാണ് അപേക്ഷിക്കുന്നു. നിങ്ങൾ ഈ ആവശ്യമില്ലാത്തൊക്കെ എന്തിനാണ് ഇതിൽ എഴുതി കൊണ്ടുവന്നേക്കണം? നിങ്ങൾ എന്തായാലും എഴുതി കൊണ്ടുവന്നേക്കണം. വായിച്ചു നോക്കട്ടെ. അത് സാറ് പറഞ്ഞ പോലെ തന്നെ 3.5 സെന്റ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി തരുവാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു എന്ന് വിനയപൂർവ്വം സുഗതൻ. അതിപ്പോ ആ താഴ്മയോടെ അപേക്ഷിക്കുന്ന സംഭവമൊന്നും വേണ്ട. അതിപ്പോ ഇതിൽ ആവശ്യമില്ല. സാറല്ലേ അന്ന് പറഞ്ഞത് ഇതുപോലെ എഴുതണോന്ന്? എന്റെ കുട്ടിയെ അന്ന് ഞാൻ പറഞ്ഞപ്പോ ആ നിയമം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ നിയമം മാറി. ഇപ്പൊ അങ്ങനെ അതിന്റെ ആവശ്യമില്ല.
ഇപ്പോൾ അപേക്ഷകളിൽ അങ്ങനെ താഴ്മയോടെ താണ് കേട് അപേക്ഷിക്കുന്നു ഒന്നും എഴുതണ്ട. സാർ എന്താ ഞങ്ങളെ കളിയാക്കുവാണോ സാറേ? കളിയാക്കുന്നത് ഞങ്ങളെയാ, സർക്കാർ. 22/3/2022 ഉദ്യോഗസ്ഥ ഭരണവകുപ്പ് പുതിയൊരു സർക്കുലർ കൊണ്ടുവന്നു. അതിനകത്ത് സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അപേക്ഷ കൊടുക്കുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് താഴ്മയോടെ അപേക്ഷിക്കുന്നു, കേണപേക്ഷിക്കുന്നു, അതിലുള്ള വാചകങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവന്നേക്കാ. ഓ, അപ്പൊ ഞങ്ങൾ ആദ്യം എഴുതിയ പോലത്തെ അപേക്ഷയാണ് കറക്റ്റ് അല്ലേ? ഏതാണ്ടൊക്കെ അതുപോലെ തന്നെ. അപ്പൊ സാറ് ആ പേന ഇങ്ങോട്ട് ഞാൻ ഇത് വെട്ടിയാ പോരെ ഈ അപേക്ഷിക്കുന്നു. അപേക്ഷയിൽ വെട്ടും തിരുത്തും പാടില്ല. എന്നാ പിന്നെ ഒരു പേപ്പർ തരും സാർ, ഞാൻ പുതിയത് എഴുതി തരാം. എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങളത് എഴുതിയ വീണ്ടും തെറ്റും. നിങ്ങൾ കാര്യം ചെയ്യും, ആ പുറത്ത് ഉണ്ണി എന്ന് പറഞ്ഞൊരു പയ്യൻ ഇരിപ്പുണ്ട്, ഈ അപേക്ഷയൊക്കെ എഴുതണം, അയാളെ കൊടുക്കുക, അയാൾ നന്നായിട്ട് എഴുതി തരും. ആ പുറത്ത് ആ സുമേഷ് ഏട്ടനുണ്ട്, അയാൾക്ക് കൊടുത്താൽ മതി, ആ വയസ്സായ ആൾക്ക്. എന്റെ രാഘവേട്ടൻ, നിങ്ങൾ എന്തായി പറയണത്? സുമേഷ് ഏട്ടൻ പഴയ ആളാ, അയാൾക്ക് പഴയ നിയമങ്ങളെ അറിയാവൂ, പുതിയ നിയമങ്ങളൊക്കെ ഉണ്ണിക്ക് അറിയാവൂ. നിങ്ങൾ ഉണ്ണിയുടെ കൊടുത്ത് എഴുതിക്കുക. അയാൾ എത്രയോ അപേക്ഷ എഴുതിക്കൊണ്ടുവന്ന അപേക്ഷകളൊക്കെ പിന്നെ എവിടെ കൊണ്ട് ഉണ്ണിയെ കൊണ്ട് എഴുതിക്കേണ്ടി വരില്ലേ? ഇതിപ്പോ ആരെഴുതിയാ സാറ് സ്വീകരിക്കും ഈ അപേക്ഷ? നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ഉണ്ണിയും സുമേഷിനും ഇരിക്കുന്നിടത്ത് തൊട്ട് 1 രൂപ കോയിനിട്ട് ടോസ് ഇടും, എന്നിട്ട് ആർക്കാണ് വീണ് അവരെ കൊണ്ട് എഴുതിക്കും. അങ്ങനെ എഴുതണത് കൊള്ളാം, അതിനകത്ത് ഈ താണ് വീണ് അപേക്ഷിക്കുന്നതൊന്നും ഉള്ള വാചകങ്ങൾ വരരുത്. ആ ചേട്ടാ, നമ്മൾ ആദ്യം എഴുതിയ അപേക്ഷയായിരുന്നു കറക്റ്റ്. അല്ലെങ്കിൽ അതന്നെയല്ലേ കറക്റ്റ്. നമ്മളെന്തിനാ ഇവരുടെ മുമ്പിൽ താണ് കേണ അപേക്ഷിക്കണത്? പിന്നെ നമ്മുടെ സർവന്റ്, നമ്മൾ കൊടുത്ത നികുതി പണം കൊണ്ട് ശമ്പളം മേടിച്ചിരിക്കണവര്, നമ്മൾ പറഞ്ഞത് അവർ കേൾക്കണം. സർക്കാരിന് എപ്പോഴാ ബോധം ഉണ്ടായത്? എന്റെ സാറെ കുറച്ച് കഷ്ടമാണ്, നടന്ന മനുഷ്യന്റെ കാലൊടിഞ്ഞു. നടക്കണേ സാറിലെവിടെ? സാറിൻ്റെ അവിടെ ഉണ്ട്. എന്റെ രാഘവേട്ടാ, ഞാൻ ചൂളിപ്പോയി. ഇനിയിപ്പോ വരുന്നവനും പോകുന്നവനൊക്കെ നമ്മളെ മേളിൽ കയറി ചെണ്ട കൊട്ടും. അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി. AR 13 വകുപ്പ് പ്രകാരം ഇനി താഴ്മയായി, വിനീതമായി എന്നുള്ള പദപ്രയോഗങ്ങളൊന്നും വേണ്ട. സാറിതിപ്പോ നിയമൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിപ്പോ ഇതിനു വേണ്ടിട്ടേ നമ്മളിപ്പോ 3ാമത്തെ തവണ ഇങ്ങനെ കയറി ഇറങ്ങണേ സാറേ. സർക്കാർ ഇങ്ങനെ ഓരോ പ്രാവശ്യം നിയമം ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞ അതിനൊക്കെ നമ്മളിങ്ങനെ കയറി ഇറങ്ങണ്ടേ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിപ്പോ ഇനി കൊണ്ടുവരുമ്പോ ഇനിയിപ്പോ നിങ്ങൾ വരുമ്പോ ചിലപ്പോ ഈ സാറെന്നുള്ള വിളി വേണ്ടാന്ന് വെക്കും, ചിലപ്പോ അതൊക്കെ ഇനി ഉണ്ടാവാൻ മോളെ. ഇതൊക്കെ സർക്കാരിന്റെ കാര്യം, അത് മാറി മറിഞ്ഞൊക്കെ ഇരിക്കും, അത് നിങ്ങൾ അനുസരിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ നിലവിൽ നമുക്കൊരു ബഹുമാനം വേണ്ടെന്നുള്ള. അല്ല, ബഹുമാനവും പേപ്പറിൽ വേണ്ടെന്നുള്ളൂ. നേരിട്ട് കാണുമ്പത്തിന് ബഹുമാനമൊക്കെ നല്ലതാ ഓഫീസിൽ ചെല്ലുമ്പോഴേ. കാരണം നമ്മള് നിങ്ങളെ അടിമയൊന്നുമല്ലല്ലോ, നിങ്ങൾ പറഞ്ഞ ഇങ്ങനെ ചെയ്തു തരായി. നമ്മള് സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ. അപ്പൊ താഴത്ത് 2 റൈറ്റർമാരുണ്ട്, ഒരു ഉണ്ണിയും സുമേഷും. ഓരോരുത്തരും എഴുതിച്ചാൽ മതി, അപ്പൊ കറക്റ്റായിട്ട് എഴുതി കൊണ്ട് കിട്ടും. പോയിട്ട് വരും. 100 രൂപ പോയി. ഓക്കെ ശരി. ഓക്കെ സാർ. ആകെ ഒരു വില കിട്ടണതാണ് വിനീതമായി, താഴ്മയായി എന്നൊക്കെ പറയുമ്പോൾ. അതും ഇല്ലാണ്ടായി. ഒരു വിലയിലേ ഉണ്ടാവുക സർക്കാർ ഉദ്യോഗസ്ഥർക്ക്. അതെ, വെച്ചോ ഞാൻ വിളിക്കാം. ഇല്ല, ഒന്നും നടന്നിട്ടൊന്നുമില്ല. ഇല്ല ഞാനിപ്പോ ഇവിടെ തന്നെയാണ്. ആ ചങ്ങായുടെ അടുത്തുണ്ട്, സൂപ്പറുണ്ട് എന്റെ അടുത്ത്. ഞാൻ വിളിക്കാം. ശരി, വെച്ചോ. സാറേ, ഞാൻ ആ പേപ്പർ എടുക്കാൻ പറഞ്ഞിട്ടേ. ഇതില്ലേ ഇതൊക്കെ എന്റെ. അതെ, ഈ അപേക്ഷയിൽ മാത്രമേ ബഹുമാനം വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഓഫീസിലേക്ക് വരുമ്പോ കുറച്ച് ബഹുമാനം ആവാം. അനുബന്ധേ? അല്ല, മുണ്ടൊക്കെ മടക്കുത്തി വന്നോണ്ട് പറഞ്ഞ. ഉള്ള ബഹുമാനം കൊണ്ട് പോവുക. അവൻ ചന്തയിലേക്കൊക്കെ കച്ചവടത്തിന് വന്ന മാതിരിയാ വന്നത്.